അറബിയാത്ത് സിട്രസ് വുഡ് 2 മാസം മുമ്പ് വാങ്ങി വെച്ചൊരു പെർഫ്യൂമാണ്. EDP ആണ് കോൺസെൻട്രേഷൻ വരുന്നത്. അന്ന് 1-2 തവണ സ്പ്രേ ചെയ്തിട്ട് മാറ്റി വെച്ചു. വേറെയും കുറേയൊക്കെ നമ്മൾ റിവ്യൂ ചെയ്യാനുള്ളതുകൊണ്ട് ഇത് മാറ്റി വെച്ചു. എനിക്ക് നന്നായിട്ട് വർക്കൗട്ട് ആയി ഒരു പെർഫ്യൂം. വളരെ മാസ് അപ്പീലിംഗ് ആയിട്ടുള്ള ഒരു സ്മെല്ലാണ്. ഇനി ഈ പെർഫ്യൂമിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ഫ്രഷ് ഫ്രൂട്ടി അല്പം സ്വീറ്റ് ആയിട്ടൊക്കെ ചേർന്നിട്ടുള്ള ഒരു പെർഫ്യൂമാണ്. നിങ്ങൾക്ക് വളരെ കോമൺ ആയിട്ട് അറിയാവുന്ന ഒരു പെർഫ്യൂമിൻ്റെ ഒരു ചായവുള്ള ഒരു പെർഫ്യൂമാണ്. ഇനി ബോക്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു സിമ്പിളായിട്ട് ബോക്സ് ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല, എഴുത്തും കാര്യങ്ങളും. EDP ആണ് കോൺസെൻട്രേഷൻ. പ്രസൻറ്റേഷൻ നല്ല പ്രസൻറ്റേഷനാണ്. തൽക്കാലം ബോക്സ് മാറ്റി വയ്ക്കാം. അകത്തൊരു ടവൽ പോലുള്ള ഒരു സെറ്റപ്പ്. ഇങ്ങനെയാണ് ബോട്ടിൽ വരുന്നത്. പഴയൊരു ബ്രൂട്ടിൻ്റെ ഒക്കെ ബോട്ടിൽ കളർ. ഇവിടെ അറബിയാത്ത് പ്രസ്റ്റീജ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഇഷത്താർ സിട്രസ് ഊദ് എന്നാണ് പെർഫ്യൂമിൻ്റെ പേര്. പ്രത്യേകിച്ചൊന്നുമില്ല. ക്യാപ്പ് മെറ്റലാണ്, ഭാരമുള്ള ക്യാപ്പ്. സ്പ്രെയർ നല്ല സ്പ്രെയറാണ് ഉണ്ടല്ലേ. സ്പ്രെയർ കൊള്ളാം, പ്രസൻറ്റേഷൻ കൊള്ളാം. ഇതിൻ്റെ പ്രൈസ് റേഞ്ച് വരുന്നത് 3000-നകത്താണ് ഇതിൻ്റെ പ്രൈസ് റേഞ്ച് വരുന്നത്. സോ ആ ഒരു പ്രൈസിൽ നമുക്ക് നല്ലൊരു ക്വാളിറ്റി ഉള്ള ജ്യൂസ്. എടുത്ത് പറയേണ്ട കാര്യം ഇതിൻ്റെ ജ്യൂസിൻ്റെ ക്വാളിറ്റി നല്ല ക്വാളിറ്റിയാണ്. അത്യാവശ്യം തിക്കായിട്ടുള്ള ഒരു എക്സ്ട്രേറ്റ് പെർഫ്യൂം ഓയിലിൻ്റെ കോൺസെൻട്രേഷനിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. പക്ഷേ EDP ആണെങ്കിൽ കൂടിയും നല്ല ക്വാളിറ്റിയുള്ള ഊത്, നല്ല ക്വാളിറ്റിയുള്ള ജ്യൂസ്. ഊതല്ല, ജ്യൂസ് പേരിൽ മാത്രമേ ഉള്ളൂ ഊത്. ശരിക്കും ഊതില്ല, വെറും സിട്രസ് ആണ്. ഇനി ഇതിൻ്റെ പ്രൊഫൈൽ പറഞ്ഞാൽ വുഡി, മസ്കി, ഊത്, പച്ചോളി പൗഡർ. തെറ്റിദ്ധരിക്കേണ്ട, ഈ പറഞ്ഞ നോട്ടൊന്നുമില്ല. അതിൽ പച്ചോളിയുണ്ട്. ഇനി പെർഫ്യൂം മേക്ക് ചെയ്തിരിക്കുന്ന ആഞ്ചലിൻ ലെപ്രോണി എന്നുള്ള പെർഫ്യൂമറാണ്. അംബാജിൻ്റെയും അജ്മലിൻ്റെയും സിസറേവിൻ്റെ ഒക്കെ പെർഫ്യൂം മേക്ക് ചെയ്തിട്ടുള്ള ഒരു പുള്ളിക്കാരിയാണ്. ടോപ്പ് നോട്ട് പറഞ്ഞാൽ കാർഡമം, മാൻഡറിൻ, മിഡിൽ നോട്ടിൽ വുഡി നോട്ട്, ജാസ്മിൻ, ബേസ് നോട്ടിൽ പച്ചോളി, സിഡാർവുഡ്, മസ്ക്, ഊത്. ഇത് ട്രൈ ചെയ്യാം. ഇത് ആദ്യമേ നമുക്ക് നന്നായിട്ട് കിട്ടുന്നത് സിട്രസ്, നല്ല നാരങ്ങ, ഓറഞ്ച് സിട്രസ് ഓപ്പണിംഗ് ആണ്. സിട്രസ് ഓപ്പണിങ്ങിനൊപ്പം തന്നെ പച്ചൂളിയുടെ ഒരു എർത്തി ഹെർബൽ സിട്രസ് ഓപ്പണിംഗ്. പിന്നെ ഇതിൽ ചേർന്ന് വരുന്ന മണം എന്ന് പറയുന്നത് എവിടെയും ഒരു പൈനാപ്പിളിൻ്റെ നോട്ട് വരുന്നുണ്ട്. പക്ഷേ പൈനാപ്പിൾ മെൻഷൻ ചെയ്തിട്ടില്ലെങ്കിൽ കൂടിയും ഒരു പൈനാപ്പിൾ സിട്രസ് ലൈറ്റാണ് ഇതിൽ ചേർത്തിരിക്കുന്നത്. പൈനാപ്പിൾ സിട്രസ് ലൈറ്റായിട്ടുള്ള ഹെർബൽ നോട്ടൊക്കെ ചേർത്ത് ഇറക്കിയ ഒരു പെർഫ്യൂം. ഇതിന് മാൻസറ സെദ്രാത് ബോസെ ഇൻറ്റൻസും അതുപോലെ മാൻസറ സെദ്രാത് ബോസെ നിഷാനെ ഹാസിവാറ്റ്, ഈ പെർഫ്യൂമിൻ്റെ ഒക്കെ ഒരു മിക്സറാണ്. ഈ നിഷാനെ ഹാസിവാറ്റ് അല്ലെങ്കിൽ സെദ്രാത് ബോസ്, ഇതിൻ്റെ കൂടെ നിഷാനെ അനി ചേർത്താൽ എങ്ങനെ ഉണ്ടാവും? അതുപോലെ നിഷാനെ അനിയിൽ ഈ പറഞ്ഞ ഒരു ക്രീഡ് അവൻറ്റസിൻ്റെ ഒരു DNA വരുന്നുണ്ട്. ഇതിനകത്ത് എനിക്ക് കിട്ടുന്ന മണം അതാണ്. കൂടുതൽ സെദ്രാത് ബോസും പിന്നെ നിഷാന അനിയിലെ ഒരു ക്രീമി വാനില ടച്ച് ഉണ്ട്. ഈ രണ്ടും കൂടി ചേരുന്ന ഒരു പെർഫ്യൂമാണ് സിട്രസ് ഊത്. ഒരു ഭാഗത്ത് ഒരു സ്വീറ്റ് ലൈറ്റ് ക്രീമി വാനില, ഒരു ഭാഗത്ത് സെദ്രാത് ബോസിൻ്റെ ആ ഒരു സിട്രസ് പച്ചൂളി ഫ്രഷ് നോട്ട്. ഈ രണ്ടും കൂടി ചേരുന്ന ഒരു ജ്യൂസാണ് ഈ പെർഫ്യൂമിൻ്റെത്. അപ്പോൾ ഒരേ സമയം ഫ്രൂട്ടി ഫ്രഷ്, ഒരേ സമയം അല്പം ഒരു സ്വീറ്റ്നസ് കൂടെ ചേർത്തിട്ടുള്ള ഒരു പെർഫ്യൂം. സോ ഇതൊരു ഫ്രഷ് പെർഫ്യൂം ഇഷ്ടപ്പെടുന്നവർക്ക് വാങ്ങാൻ പറ്റുന്ന ഒരു DNA. നിങ്ങൾക്ക് ക്രീഡ് അവൻറ്റസ്, മോൺബ്ലോങ് എക്സ്പ്ലോറർ, അർമാഫ് ക്ലബ് ഡി ന്യൂട്ട് ഇൻറ്റൻസ്, അതുപോലെ തന്നെ അഫ്നാൻ്റെ സുപ്രീമസി കളക്ടേഴ്സ് എഡിഷൻ, ഇതൊക്കെ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടും. ഇതിൻ്റെ ഒരു മിഡിൽ നോട്ട് ഡ്രൈ ഡൗണിലേക്ക് എത്തുമ്പോഴാണ് ഒരു വാനില സാൻഡൽവുഡ് ക്രീമി നേച്ചർ കൂടുതലും പുറത്ത് വരുന്നത്. ഓപ്പണിങ്ങിൽ കൂടുതലും സിട്രസ്, പച്ചൂളി, ഫ്രഷ്, എർത്തി, ഹെർബൽ ഇതൊക്കെയാണ് ചേർന്നത്. ഫ്ലോറൽ നോട്ടൊന്നുമില്ല. കൂടുതലും സിട്രസ്, ഫ്രഷ് സിട്രസ്, എർത്തി, ഗ്രീനി ആയിട്ടുള്ള ഒരു പെർഫ്യൂം. ഈ ബോട്ടിൽ ജ്യൂസിൻ്റെ കളർ പോലെ തന്നെ എർത്തി, ഗ്രീനി, സിട്രസ്, ഫ്രഷ് ടൈപ്പ് ജ്യൂസ്. ഇനി ഇത് എവിടെ യൂസ് ചെയ്യുന്നത്? ഇത് കൂടുതൽ യൂസ് ചെയ്യേണ്ടത് വെയിലത്ത് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ, ഓഫീസിലൊക്കെ പുതിയതായിട്ട് ജോയിൻ ചെയ്ത് ന്യൂ ജോയിൻ ആണെന്നുണ്ടെങ്കിൽ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ കൊടുക്കാൻ, ഒരു ഗുഡ് ബോയ് ആണെന്ന് തോന്നിപ്പിക്കാനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു പെർഫ്യൂം. അതിന് കാരണം ഇതിനൊരു ഇനോഫൻസീവ് ആയിട്ടുള്ള ഒരു നേച്ചറുണ്ട്. നമുക്ക് അടിച്ചിട്ട് പോകുമ്പോൾ അടുത്തിരിക്കുന്നവർക്ക് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവുന്നില്ല. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു മണമാണ്. ഈ ക്രീഡ് അവൻറ്റസും ഡിയോർ സവാഷ്, ബ്ലൂഡേ ഷാനൽ, YSL, EDP അതൊക്കെ ഒരു തെളിയിക്കപ്പെട്ട മണമാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു മണമാണ്. ഇനി എത്ര കൊല്ലം കഴിഞ്ഞാലും അത് ചവർ പോലെ ഇറങ്ങിയാലും അത് വാങ്ങും. അപ്പോൾ അതുപോലെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു മാൻസറ, സെദ്രാത് ബോസ് ഇൻറ്റൻസ്, നിഷാനെ ഹാസിവാറ്റ് ഒക്കെ ഇഷ്ടപ്പെടുന്നെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ് ആയിട്ട് ട്രൈ ചെയ്യാം. ഓഫീസിൽ യൂസ് ചെയ്യുക. ഒരേ സമയം ഗുഡ് ബോയ് ആണ്, അല്പം മിസ്റ്റീവിയസ് ആയിട്ടുള്ള ക്യാരക്ടറും ഉണ്ടെന്നും അറിയിക്കുന്ന ഒരു DNA. സോ ട്രൈ ചെയ്തിട്ട് വാങ്ങുക. ഫ്രഷ് പെർഫ്യൂം ഇഷ്ടപ്പെടുന്നവർക്ക് വാങ്ങാം. ലോങ്ജിവിറ്റി 6-7 മണിക്കൂറാണ് ഇതിൻ്റെ ലോങ്ജിവിറ്റി വരുന്നത്. ആദ്യത്തെ 2-2.5 മണിക്കൂർ സ്ട്രോങ് ആയിട്ടുള്ള പ്രൊജക്ഷൻ ഉണ്ട്. റെക്കമെൻഡ് ചെയ്യുന്ന സ്പ്രേ ഒരു 8-10 സ്പ്രേ നിങ്ങൾ ട്രൈ ചെയ്യുക. ഏത് യൂണിസെക്സ് ആണ്, ഏത് ആളുകൾക്കും, ആണിനും പെണ്ണിനും ഒരുപോലെ യൂസ് ചെയ്യാം. ഏജ് ലിമിറ്റ് ഒന്നുമില്ല. പ്രത്യേകിച്ച് ഓഫീസിലൊക്കെ പോകുന്ന അല്ലെങ്കിൽ കോളേജിലൊക്കെ പോയി പഠിക്കാൻ, സ്കൂളിലൊക്കെ പോകുന്നവർക്കൊക്കെ യൂസ് ചെയ്യാം. പിന്നെ ഊതെന്നുള്ള കാര്യം മാത്രമേ പേര് ചേർത്തിട്ടുള്ളൂ. ഊതൊന്നും ഇല്ല ഇതിൽ. കാലാവസ്ഥ വെയിലുള്ള സമയത്ത് ഉപയോഗിക്കാം, മഴയുള്ളപ്പോഴും ഉപയോഗിക്കാം. പിന്നെ രാത്രി യൂസ് ചെയ്യാതിരിക്കുക. രാത്രി ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല. രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരം 5 മണി വരെ അതിനപ്പുറത്തേക്ക് ഇത് യൂസ് ചെയ്യേണ്ട. അപ്പം നിങ്ങൾ ക്ലബ് ഡി ന്യൂട്ട് അതൊക്കെ എടുക്കാൻ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് കൂടെ ഒന്ന് പരിഗണിക്കാം. കാരണം അതിനൊക്കെ ഒത്തിരി സിന്തറ്റിക് ഫാക്ടർ ഉണ്ട്. ഇതിലങ്ങനെ സിന്തറ്റിക് ആയിട്ടൊന്നും എനിക്ക് ഫീൽ ചെയ്തില്ല. അത്യാവശ്യം നല്ലൊരു ഓയിലായിട്ടാണ് തോന്നുന്നത്. 5000, 4500, 5500 റേഞ്ചിൽ വരുന്ന ഒരു ഫ്രഷ്
സിട്രസ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു പെർഫ്യൂമിൻ്റെ ഒരു ക്വാളിറ്റിയാണ്. ഒരു ചീപ്പായിട്ടുള്ള ഒരു ആൽക്കഹോളിൻ്റെ സ്മെല്ലൊന്നും എനിക്ക് ഫീൽ ചെയ്തില്ല. ഇനിയിപ്പോൾ ഇത്രയും 2 മാസം ഇരുന്നുകൊണ്ടാണെന്ന് എനിക്കറിയില്ല, ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം. പക്ഷേ എനിക്ക് നല്ല ക്വാളിറ്റി ആയിട്ട് തോന്നി. സിദ്ധാർത്ഥ് ബോസ് ക്ലബ് ഡിന്യൂട്ട് വാങ്ങാൻ നിൽക്കുന്നവർ ഇതും കൂടി ഒന്ന് ട്രൈ ചെയ്തിട്ട് വാങ്ങണോ വേണ്ടയോ എന്നുള്ളൊരു കാര്യം നിങ്ങൾക്ക് വെക്കാം. സോ ഞാനൊരു 10 ml ആക്കിയിട്ടുണ്ട്. ഫ്രഷ് പെർഫ്യൂം ഇഷ്ടപ്പെടുന്നവർ ട്രൈ ചെയ്തിട്ട് വേണം വാങ്ങാൻ. ഇപ്പോൾ റേഞ്ച് വരുന്നത് ഞാൻ പറഞ്ഞു തുടക്കത്തിലെ 3000-നകത്താണ് റേറ്റ് വരുന്നത്. സോ ആ ഒരു പ്രൈസ്, ആ ഒരു ഇത് വെച്ച് നോക്കുമ്പോൾ നല്ല ക്വാളിറ്റി ഉണ്ട്, അത് പറയാതിരിക്കാൻ വയ്യ. നല്ല ക്വാളിറ്റി ഉള്ള ജ്യൂസാണ്. പ്രത്യേകിച്ച് ഈ സിട്രസ് ഊതെന്നൊക്കെ ചേർത്ത് വരുമ്പോൾ മിക്കവാറും അതിനൊരു ക്വാളിറ്റി ഉണ്ട്, കണ്ടില്ല, നല്ലൊരു എണ്ണമയുണ്ട്. ട്രൈ ചെയ്തിട്ട് വാങ്ങുക. താങ്ക് യു സോ മച്ച്.